എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ചേമ്പിൻ്റെ തണ്ട് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ഇളം തണ്ട് നോക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ ചേമ്പിൻ്റെ തണ്ടിൽ കുറച്ച് കറയൊക്കെ ഉണ്ട്, അതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചതിന് ശേഷം കഴുകാതിരിക്കുന്നതാണ് നല്ലത്. കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകമൊക്കെ വെള്ളം കയറിപ്പോകും. ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കടുക് ഇവിടെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ചെറിയുള്ളിയുടെ കളർ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ മാത്രമേ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വറ്റൽമുളക് ഇവിടെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് നടുവേ ഒന്ന് കീറി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേമ്പും തണ്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചേമ്പിൻ തണ്ടിന് വെന്ത് വരുന്നതിന് വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് അത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത്. സവോളയൊക്കെ ഒരുവിധം ഇവിടെ പഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ സമയമാകുമ്പോഴേക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ തണ്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിടണം. ചേമ്പിൻ തണ്ടിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. 1 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അതിനനുസരിച്ച് തീ കൂട്ടിയിട്ട് കൊടുക്കാം. ചേമ്പിൻ തണ്ടിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ആ സമയമാകുമ്പോഴേക്ക് ചേമ്പിൻ തണ്ട് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അധിക സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയും നല്ല ഗുണവുമുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട.